ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 26-ാമത്തെ ഭാഗമാണ് നമ്മളിന്ന് വിവരിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കാമ്യ ഉപാസന, അതായത് കാമ്യഭക്തി, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അത് ഏത് ദേവീ ദേവന്മാരെയൊക്കെ പ്രാർത്ഥിക്കണം, നമ്മുടെ ആ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ, അത് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും, അതായത് ആത്മീയതയുടെ തുടക്കം മുതൽ അവസാനം മോക്ഷം പ്രാപിക്കുന്ന അവസ്ഥ വരെയും ഓരോന്നോരോന്നായുള്ള കാര്യങ്ങൾ 7 ദിവസത്തെ ആ ഒരു സത്സംഗം കൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ വിവരിക്കുന്നത്. ഇന്ന് നമ്മൾ വിവരിക്കുന്നത് ഈ ശ്രീശുകൻ ബ്രഹ്മത്തെക്കുറിച്ച് കൂടുതൽ, അതായത് ആദിയിൽ ഇവിടെ ഉണ്ടായ ആ പരബ്രഹ്മ തേജസ് ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിച്ചു, ഈ മായാപ്രകൃതിയിലൂടെ ഭഗവാൻ തന്നെ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ഭഗവാൻ തന്നെയാണല്ലോ ഇവിടെ കാണുന്നതെല്ലാം. ഈ സൃഷ്ടിച്ച ആളും സൃഷ്ടിയും ഭഗവാൻ തന്നെയാണ്. ഇതിനെയൊക്കെ കുറിച്ച് എനിക്ക് വിവരിച്ചു തരാമോ, വ്യക്തമാക്കി തരാമോ എന്ന് പരീക്ഷിത്ത് ശുക ബ്രഹ്മർഷിയോട് ചോദിക്കുമ്പോൾ ശുകൻ ഭഗവാനെ സ്തുതിക്കുന്നു. ബ്രഹ്മത്തെ സ്തുതിക്കുന്ന സ്തുതിയാണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത്. അപ്പോൾ ശ്രീശുകന്റെ ബ്രഹ്മസ്തുതി, ഭഗവാനോടുള്ള സ്തുതി, ഇത് സൂത പൗരാണികൻ ശൗനകാദി മഹർഷികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ പരീക്ഷിത്തും ശ്രീശുക ബ്രഹ്മർഷിയും തമ്മിലുള്ള ആ സത്സംഗത്തിൽ സൂത പൗരാണികനും അതിൽ ഉൾപ്പെടുന്നു. അത് കേട്ടിട്ട് സൂതൻ പിന്നീട് ശൗനകാദികൾക്ക് വിവരിച്ചു കൊടുക്കുന്നതാണ് ഭാഗവതം. അപ്പോൾ ശൗനകാദികളുടെ ചോദ്യങ്ങൾക്ക് സൂതൻ മറുപടി പറയുകയാണ്. മനുഷ്യ ജീവിതം കൊണ്ട് സാധിക്കേണ്ടതായ പരമപ്രയോജനം അവസാനത്തിൽ നാരായണ സ്മരണയാണെന്നും ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി തീർന്നാൽ അത് സാധിക്കുമെന്നും അതിന് ഭഗവത് കഥകൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണ് വേണ്ടത് എന്നുമുള്ള ശ്രീശുക ബ്രഹ്മർഷിയുടെ ഉപദേശം കേട്ടപ്പോൾ പരീക്ഷിത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ മനസ്സുറപ്പിച്ചു എന്ന് സൂതൻ ശൗനകാദികളോട് പറയുകയാണ്. അപ്പോൾ മനസ്സ് ശുദ്ധമായി തീർന്നാൽ ഭഗവാന്റെ ഭഗവാന്റെ കഥകളിലൂടെ മനസ്സിനെ ശുദ്ധമാക്കി എടുത്തതിന് ശേഷം ഭഗവാന്റെ രൂപം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭഗവത് പ്രാപ്തിക്ക് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. അങ്ങനെ തടസ്സമായി നിൽക്കുന്ന, ഭഗവാനെ ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ശരീരം, ഭാര്യ, പുത്രന്മാർ, ഗൃഹം, ധനം, ബന്ധുക്കൾ, രാജ്യം മുതലായവയിൽ തന്റേതെന്ന അഭിമാനം ഉപേക്ഷിക്കണം. അങ്ങനെയെല്ലാം ഉപേക്ഷിച്ചു പരീക്ഷിത്ത് തന്റെ പ്രശസ്തമായ, വളരെ വിപുലമാക്കിയ സമ്പന്നമായ രാജ്യം അനന്തര തലമുറയെ ഏൽപ്പിച്ചു, തന്റെ മകനെ ഏൽപ്പിച്ചു. പിന്നെയോ മക്കൾ എന്നുള്ള ബന്ധം അതുപേക്ഷിച്ചു. ഗൃഹവും ഭാര്യയും ധനവും ബന്ധുക്കളും എല്ലാം, സ്ഥാനമാനങ്ങളും എല്ലാം മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു. ഇതെല്ലാം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി, ഇതിന്റെയൊക്കെ പ്രമാണം എഴുതി മക്കളുടെ കയ്യിൽ അവരുടെ നിർബന്ധത്തിന് കൊടുക്കുമ്പോൾ നാം മനസ്സുകൊണ്ട് അത് ഉപേക്ഷിക്കുകയല്ല, മറ്റൊരാളുടെ നിർബന്ധത്തിന് വേണ്ടി കൊടുക്കുകയാണത് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ പരീക്ഷിത്ത് എനിക്കിനി 7 ദിവസമേ ബാക്കിയുള്ളൂ ജീവിതത്തിൽ. ഈ 7 ദിവസം കൊണ്ട് എനിക്ക് പരമമായ മോക്ഷം, ഒരു മനുഷ്യായുസ്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രാജ്യഭരണവും പ്രജാഹിതമനുസരിച്ചുള്ള കർമ്മങ്ങളും ഒന്നും അല്ല. അതിനേക്കാൾ ഉപരി ഞാൻ എന്ന വ്യക്തിക്ക് എന്താണ് പരമമായിട്ടുള്ള മോക്ഷത്തിന് വേണ്ടുന്ന കാരണം, അല്ലെങ്കിൽ അതിനുള്ള ആ സാധ്യത എന്താണ് എന്നാണ് ഇവിടെ പരീക്ഷിത്ത് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട്, അതിന്റെ മുന്നൊരുക്കമായിട്ടാണ് മനസ്സുകൊണ്ട് എല്ലാ ബന്ധങ്ങളും, ശാരീരികമായിട്ട് നമ്മളെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന ബന്ധങ്ങളെ എല്ലാം പരീക്ഷിത്ത് ഉപേക്ഷിച്ചു, മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു. അവിടെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യങ്ങളെ കേട്ടാൽ കൊള്ളാമെന്ന ആഗ്രഹത്തോടെ രാജാവ്
ചോദിക്കാൻ ആരംഭിച്ചു. ഏത് രാജാവ്? പരീക്ഷിത് മഹാരാജാവ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് എനിക്ക് ഇനിയും കേൾക്കണം. അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്പകാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്ന് വളരെ ആകാംക്ഷയോടെ കൗതുകത്തോടെ ഒരു കഥ കേൾക്കുവാൻ ജിജ്ഞാസയോടെ കൊതിയോടെ കാത്തിരിക്കുന്ന, വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ കാതുകൂർപ്പിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ കൗതുകത്തോടുകൂടി ശ്രീ ശുകനോട് ഭഗവത് കഥകൾ വീണ്ടും വീണ്ടും പറയൂ എന്ന് പരീക്ഷിത്ത് പറയുകയാണ്. 7-ാം ദിവസം മരണം സംഭവിക്കുമെന്നറിഞ്ഞ് ധർമ്മം, അർത്ഥം, കാമം എന്നീ 3 പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കുവാനുള്ള സകല കർമ്മങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചു. ധർമ്മം, അർത്ഥം, കാമം, അവസാനത്തേത് മോക്ഷം. അതുമാത്രമാണ് ഇനിയും പരീക്ഷത്തിന് വേണ്ടത്. അദ്ദേഹം കർമ്മങ്ങൾ, പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കാനുള്ള കർമ്മങ്ങളായിരുന്നു ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. കാമങ്ങൾ ധർമ്മത്തിലൂടെ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതിലൂടെ അർത്ഥം നമ്മൾക്ക് സ്വരൂപിക്കാൻ കഴിയും. ആ അർത്ഥം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആഗ്രഹങ്ങൾ, കാമങ്ങളെ പൂർത്തീകരിക്കണം. അതാണ് ധർമ്മം, അർത്ഥം, കാമം. അടുത്തതോ, ആഗ്രഹ പൂർത്തീകരണം കഴിഞ്ഞാൽ പിന്നീടും ജീവിതത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ പാടില്ല. പിന്നീട് നാം പരമമായ മോക്ഷം. എന്താണ് ജീവിതത്തിന്റെ അർത്ഥം? എന്തിനായിരുന്നു നാം ഇവിടെ ജനിച്ചത്? നാം ആരാണ് എന്നിൽ ഞാൻ എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളോടെ നാം മനസ്സുകൊണ്ട് ഇറങ്ങിത്തിരിക്കണം. അതാണ് അവസാനത്തെ കർമ്മമായ പുരുഷാർത്ഥമായ മോക്ഷം. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് ഇവിടെ പരീക്ഷിത്ത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഭഗവാനിൽ ഉറച്ച ഭക്തിയോടെയും ഭഗവാനും ആത്മാവും ഒന്നുതന്നെ എന്ന ബോധത്തോടെയും പരീക്ഷിത്ത് പറഞ്ഞു തുടങ്ങുകയാണ്. സർവജ്ഞനായ ബ്രഹ്മർഷി ശ്രീ ശുകനോട് പറയുകയാണ്, സർവജ്ഞനായ ബ്രഹ്മർഷി, അങ്ങയുടെ ഉപദേശങ്ങൾ എനിക്ക് വളരെ നല്ലതായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭഗവത് കഥകൾ കേൾക്കുന്തോറും എന്റെ അജ്ഞാനം കുറഞ്ഞു വരുന്നു. ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സ്വന്തം മായ കൊണ്ട് ഭഗവാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്? സർവവ്യാപിയായ ഭഗവാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ സംഹരിക്കുന്നത് എങ്ങനെയാണ്? ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ്? സർവശക്തനായ പരമപുരുഷൻ ഏതേത് ശക്തികളെ സ്വീകരിച്ചുകൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്? ആത്മാവായ ഭഗവാൻ ആത്മാവായി തന്നെ ആ ആത്മാവിനെ കൊണ്ട് തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് ആശ്ചര്യകരമായി തോന്നുന്നു. ഭഗവാൻ തന്നെ ഇവിടെ സൃഷ്ടി നടത്തുന്നു, സ്ഥിതി നടത്തുന്നു, അതായത് പരിപാലനം നടത്തുന്നു, അവസാനം അത് സംഹരിക്കുകയും ചെയ്യുന്നു. ഒരാൾ തന്നെ വ്യത്യസ്തമായ റോളുകൾ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഒരാളിൽ നിന്ന് തുടങ്ങി ഒരാളിൽ തന്നെ നിലനിന്ന് ആ ആളിൽ തന്നെ അവസാനിക്കുന്നു. ഇതൊക്കെ വളരെ ആശ്ചര്യമായിട്ട് തോന്നുന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങിയ പരീക്ഷത്തിന് അത് അനുഭവപ്പെടുകയാണ്. നമ്മൾ ഈ വിധമുള്ള ചിന്തകളോടെ, ഞാൻ മുൻപുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേവലമായിട്ട് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ എന്ത് ചെയ്യാം എന്നൊക്കെയുള്ള ആ ഒരു ചെറിയ ഇടുങ്ങിയ ചിന്തകളൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഈ പരീക്ഷിത്ത് ചോദിച്ച പോലെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയണം. അപ്പോഴാണ് നമ്മുടെ മനസ്സ് വളരെ വിശാലമാകുന്നതും പ്രപഞ്ചമാകുന്ന ആ മഹാശക്തി നമ്മുടെ ഉള്ളിലേക്ക് അനന്തകോടി ജ്ഞാനം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നത്. നമുക്ക് ജ്ഞാനത്തിന്റെ വാതിൽ അടച്ചു വെച്ചുകൊണ്ട് കാമ്യഭക്തിയുടെ പിന്നാലെ നടക്കുന്ന നമുക്ക് ഇതൊന്നും ലഭിക്കുകയില്ല. നമ്മൾ ജ്ഞാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഭഗവാനെ അറിയാനുള്ള ആ വഴിയാണ് തിരയുന്നതെങ്കിൽ ആ വഴി നമ്മളിലേക്ക് തന്നെ തുറക്കും. അത് ഭഗവാനാണ് തുറന്നു തരുന്നത്. അതിന് മറ്റൊരു ഗുരുവിന്റെ ആവശ്യമില്ല സത്യത്തിൽ. അപ്പോൾ അങ്ങനെ സൃഷ്ടിസ്ഥിതി ലയങ്ങളെല്ലാം നടത്തുന്ന ഈ ഭഗവാന്റെ ആശ്ചര്യകരമായിട്ടുള്ള ഈ പ്രഭാവം എനിക്ക് പറഞ്ഞു തരൂ എന്ന് ശുകബ്രഹ്മർഷിയോട് പറയുകയാണ്. സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളും പരമാത്മാവായ ഭഗവാൻ തന്നെയാണല്ലോ. സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കപ്പെട്ട വസ്തുവും ഭഗവാൻ തന്നെയാണ്. അത്ഭുതകരമായ ലീലകളോടുകൂടിയ ഭഗവാന്റെ പ്രവർത്തനങ്ങൾ ജ്ഞാനികൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്തവയാണെന്ന് എനിക്ക് തോന്നുന്നു മഹർഷേ. പരമമായ ജ്ഞാനം നേടിയവർക്ക് പോലും, ഭഗവാനെ അനുഭവിക്കുന്ന ആ നിർവികൽപ്പ സമാധിയിലൂടെ ഭഗവാനെ അനുഭവിക്കുന്ന യോഗികൾക്ക് പോലും ഭഗവാന്റെ ആ യഥാർത്ഥമായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ, ആ ഭഗവാന്റെ ലീലകൾ പൂർണ്ണമായി അറിയാൻ കഴിയുമോ? കഴിയില്ല.
എന്നാണ് ഇവിടെ പരീക്ഷിത്ത് പറയുന്നത്. കഴിയില്ല. കാരണം ഭഗവാന്റെ ഒരു സൃഷ്ടി മാത്രമാണ് ഭഗവാനെ അന്വേഷിച്ചിരുന്ന ഏത് മഹായോഗികൾ പോലും. അപ്പോൾ ആ അനന്തമായ, അജ്ഞാതമായ, അവർണ്ണനീയമായ ആ അപരിമേയമായ ശക്തിവിശേഷത്തിന്റെ ഒരു തുള്ളി, തെറിച്ചു വീണ ഒരു തുള്ളിയാണ് നമ്മളിലൊക്കെ ഇരിക്കുന്ന ആത്മചൈതന്യം. അതെങ്ങനെയാണ് നമ്മെ സൃഷ്ടിച്ച് ആ പരമ്പൊരുളിന്റെ വ്യാപ്തി അറിയുന്നത്, അതിന്റെ മഹത്വം അറിയുന്നത്, അതിന്റെ മഹാലീലകൾ എങ്ങനെ നമുക്കറിയാൻ കഴിയും? നമ്മൾ ചെന്ന് ഏതെങ്കിലും ഒരു കരയിൽ ചെന്ന് ഒരു അംശം, ഒരറ്റം നദി അല്ലെ സമുദ്ര തീരത്ത് അലറിയടിക്കുന്ന തിരമാലകൾ കണ്ട് പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെ നമ്മൾ ആ തീരത്ത് ചെന്നൊന്ന് നിൽക്കുന്നു. ഇതൊരു സമുദ്രമാണെന്ന് മനസ്സിലാകുന്നു. നമ്മുടെ ദേഹത്തേക്ക് ജലത്തിന്റെ ആ നനവ് വന്ന് തെറിക്കുമ്പോൾ ഇത് ആ സമുദ്രത്തിന്റെ ആ നനവ് നമ്മളെ സ്പർശിക്കുന്നു. അതിൽ നിന്ന് ഒരു തുള്ളി ജലമെടുത്ത് തൊട്ടു നോക്കിയാൽ അതിന് ഉപ്പാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ സമുദ്രത്തെ അറിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിനകത്തിലേക്ക് ഭയത്തോടെ നിൽക്കുന്ന നമ്മൾ അതിലേക്ക് ചെന്ന് വീണ് അതിന്റെ ആഴമറിയാൻ ശ്രമിക്കുമോ നമ്മളാരെങ്കിലും? ഇല്ല. നമ്മൾ അതിന്റെ ഭയപ്പാടോടുകൂടി ദൂരെ നിന്നേ കാണുകയുള്ളൂ സമുദ്രത്തെ. എന്ന് പറയുന്നത് പോലെയാണ് ഏത് മഹായോഗികളും ഭഗവാനെ അറിഞ്ഞറിഞ്ഞു വരുമ്പോൾ അതിന്റെ ആഴം ആ അറിഞ്ഞതിനേക്കാളും ഉപരിയാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഇതൊക്കെയാണെന്നും അതിന്റെ തീരത്ത് ചെന്ന് ഭഗവാനാകുന്ന ജ്ഞാനത്തിന്റെ അരികിലൊക്കെ ചെന്ന് നിന്ന് ഇതൊക്കെ ആകാം ഭഗവാൻ എന്നൊക്കെ നമ്മൾ സങ്കല്പിച്ച് നമ്മുടെ അറിവിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്നു, അത് പറയുന്നു. ആ പറയുന്നതൊക്കെ മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു. ഭഗവാന്റെ ആ മഹത്വം, ഭഗവാന്റെ അപരിമേയമായ ശക്തി പ്രഭാവം, പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷവും ഭഗവാന്റെ അജ്ഞാതമായ ആ അനന്തകോടി ശക്തി, ആ ഒരു ഊർജം, അത് ആർക്കറിയാൻ കഴിയും? അദ്ദേഹത്തിന് ശ്വാസമാണ് വായു. ആ വായുവിനുണ്ടാകുന്ന ഒരു ചെറിയ ചലനം തന്നെ ഇവിടുത്തെ സർവ്വവൃക്ഷലതാദികളെയും തകിടം മറിക്കും, അല്ലേ? അപ്പോൾ എത്രയോ ശക്തനാണ് ഭഗവാൻ എന്ന് ആലോചിച്ച് നോക്കി. ഭഗവാന്റെ ഒരു നിസ്സാര ശ്വാസഗതി തന്നെ ഇവിടെ കൊടുങ്കാറ്റോ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളോ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് അതീതനായ ആദിമൂലമായ ആദിനാരായണന്റെ അനന്തകോടി ശക്തിവിശേഷങ്ങൾ ആർക്കാണ് എണ്ണാൻ കഴിയുന്നത്, അളക്കാൻ കഴിയുന്നത്, അനുഭവിക്കാൻ കഴിയുന്നത്? ആർക്കും കഴിയില്ല. അത് ഭഗവാനിൽ മാത്രം ഗൂഢമായിരിക്കുന്നതാണ്. ഇങ്ങനെ ഭഗവാൻ ആദ്യം സത്വഗുണം, പിന്നീട് രജോ ഗുണം, പിന്നീട് തമോ ഗുണം എന്നീ ക്രമത്തിൽ സ്വീകരിച്ചുകൊണ്ടാണോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്? ഇതൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്ന ആഗ്രഹം എനിക്കുണ്ട് മഹർഷി. എനിക്ക് സദയം അത് അങ്ങ് പറഞ്ഞു തന്നാലും. അങ്ങ് ശബ്ദബ്രഹ്മമായ ഓംകാരസ്വരൂപമായ വേദത്തിലും പരബ്രഹ്മതത്വത്തിലും ദൃഢമായ നിഷ്ഠയോടു കൂടിയവനാണല്ലോ. ആരാ? ശുകബ്രഹ്മർഷി. ജനിച്ചപ്പോൾ തന്നെ ആ ഒരു ബ്രഹ്മതത്വത്തിലൂടെ ജനിച്ചു വന്ന ആളാണ്. വ്യാസഭഗവാന്റെ മകനാണ്. വ്യാസന്റെ പിതാവാരാണ്? പരാശര മഹർഷി. അമ്മയോ സത്യവതി. ഇതൊക്കെ ഞാൻ മുൻപ് പല പ്രാവശ്യവും പല എപ്പിസോഡിലും പറഞ്ഞതാണ്. എങ്കിലും ഇതൊന്ന് തറവായി ഓർമ്മ വരാൻ വേണ്ടിയാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ അങ്ങ് ശബ്ദബ്രഹ്മമായ വേദത്തിലും പരബ്രഹ്മ തത്വത്തിലും ദൃഢമായ നിഷ്ഠയോടു കൂടിയവനാണല്ലോ. അതിനാൽ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അങ്ങയ്ക്ക് വിഷമം കാണില്ല. കാരണം അങ്ങ് ഈശ്വരനെ അനുഭവിച്ചവനാണ്. ഇങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവ് അപേക്ഷിച്ചപ്പോൾ ശ്രീശുകൻ പറയുകയാണ്, പരീക്ഷിത്തെ, അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുൻപായി ഞാൻ എന്റെ എല്ലാമെല്ലാമായ എന്റെ ഭഗവാനെ ഒന്ന് സ്തുതിച്ചോട്ടെ, ഒന്ന് നമസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിക്കുകയാണ്. ശ്രീശുകന്റെ ഭഗവാനെ സ്തുതിക്കുന്നു. ശ്രീശുകൻ എന്ന് വെച്ചാൽ ഭഗവാനെ അറിഞ്ഞവനാണ് കുട്ടിയായ സമയത്ത് തന്നെ. പിന്നെ ശരീരമെടുത്തതാൽ ആ കർമ്മം തീരുന്നവരെയും ശരീരം കൊണ്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് ആ ശരീരം കൊണ്ട് അദ്ദേഹം നടക്കുന്നു. ഞാൻ ആ ശ്രീശുകനെ കുറിച്ച് വളരെ വ്യക്തമായി ഒരു വീഡിയോ അദ്ദേഹത്തെ കുറിച്ചായിരുന്നു. അദ്ദേഹത്തിന് എന്നും 16 വയസ്സേ ഉള്ളൂ. കിശോരഭാവമാണ്. അദ്ദേഹം വളരെ സുന്ദരഗാത്രനാണ്. വളരെ സൗന്ദര്യം നിറഞ്ഞ മുഖവും കണ്ണും അവയവങ്ങളോടും കൂടിയവനാണ്. അദ്ദേഹത്തെ കണ്ടാൽ പരമമായ ജ്ഞാനം ലഭിച്ചവനാണെന്ന് ആർക്കും തോന്നില്ല. ഒരു മതിഭ്രമം ബാധിച്ച ആളിനെ പോലെ വസ്ത്രം പോലും ഉപേക്ഷിച്ച് നടക്കുന്നവനാണ്. കാരണം ശരീരബോധമില്ല. ഒരു കുട്ടിയുടെ മനസ്സാണ്. ചെറിയ കുട്ടിക്ക് 4, 2, 3 വയസ്സൊക്കെ ഉള്ള കുട്ടിക്ക് ശരീരബോധമുണ്ടോ?
അവൻ വസ്ത്രമല്ല, അവൾ വസ്ത്രം ഇടണമെന്ന് ആഗ്രഹിക്കുമോ? ഇല്ല. അതേ ബോധത്തിലാണ് ഈ ശ്രീശുക ബ്രഹ്മർഷി നടക്കുന്നത്. അദ്ദേഹത്തെ കണ്ടാൽ ആർക്കും ഒന്നും അനുഭവപ്പെടില്ല, ഒന്നും തോന്നില്ല. അതുകൊണ്ട് ഞാൻ മുൻപ് പറഞ്ഞു, വേദവ്യാസ ഭഗവാനും ശ്രീശുകനും ഒരേപോലെ കടന്നുപോയ ഒരു നദിയിൽ സ്ത്രീകൾ നിന്ന് കുളിച്ചുകൊണ്ട് നിന്ന സമയത്ത് ശ്രീശുകൻ പോയപ്പോൾ അവർ അവരുടെ വസ്ത്രം എടുത്തിടുകയോ അല്ലെങ്കിൽ അവർ മാറി നിൽക്കുകയോ ചെയ്തില്ല. എന്നാൽ വേദവ്യാസ ഭഗവാൻ അതിലെ കടന്നുപോയപ്പോൾ ഇവർ കുളിച്ചുകൊണ്ട് നിന്നിടത്തുനിന്ന് തങ്ങളുടെ വസ്ത്രം ശരീരത്തിട്ടുകൊണ്ട് അവർ ദൂരെ മാറി നിന്ന് ലജ്ജയോടുകൂടി. അപ്പോൾ വ്യാസഭഗവാൻ ചോദിക്കുന്നു, എന്റെ മകൻ സുന്ദരനാണ്, ചെറുപ്പമാണ്, അവൻ വിവസ്ത്രനായി പോയിട്ട് നിങ്ങൾക്കൊന്നും തോന്നിയില്ലല്ലോ, പിന്നെ പ്രായമായ എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു പരിഭവം, ലജ്ജയും പരിഭ്രമവും ഒക്കെ ഉണ്ടായതെന്ന്. അപ്പോൾ ആ പെൺകിടാങ്ങൾ പറയുന്നു, യമുനയിൽ കുളിച്ചുകൊണ്ട് നിന്ന ആ പെൺകുട്ടികൾ പറയുന്നു, അദ്ദേഹം ശരീരബോധത്തിൽ ജീവിക്കുന്ന ആളല്ലെന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ടപ്പോഴേ മനസ്സിലായി. അങ്ങ് അദ്ദേഹത്തിന്റെ അത്രയും ആത്മതത്വത്തിൽ എത്തിയിട്ടില്ല, ശരീരത്തിൽ തന്നെ അങ്ങിരിക്കുന്നു എന്ന്. സ്വന്തം പിതാവായ ശ്രീശുകന്റെ പിതാവും നമ്മുടെ വേദങ്ങളെല്ലാം വേർതിരിച്ച് നമുക്ക് നാലായിട്ട് വിഭജിച്ചു തന്നു, പുരാണങ്ങളെല്ലാം എഴുതി, ഉപനിഷത്തുകളെല്ലാം എഴുതി, ഇനിയും സനാതന ധർമ്മത്തിന് ബാക്കിയൊന്നും വെച്ചിട്ടില്ലാത്ത ആ മഹാനായ വേദവ്യാസന് പോലും എത്താൻ കഴിയാത്ത പരമമായ സ്ഥാനത്താണ് നമ്മുടെ ശ്രീശുക ബ്രഹ്മർഷി, ആ വേദവ്യാസ ഭഗവാന്റെ മകൻ എത്തിച്ചേർന്നത് ആ ചെറുപ്രായത്തിൽ തന്നെ. അതാണ് ആ അച്ഛനിൽ നിന്നുണ്ടായ കുഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെയല്ലേ സംഭവിക്കൂ. അപ്പോൾ നമ്മൾ എത്ര ജ്ഞാനം നേടിയിരിക്കുന്നോ അതിന്റെ കൂടുതലായിരിക്കും നമ്മളുടെ അടുത്ത തലമുറ, നമ്മളുടെ സന്തതികളെല്ലാം അതിന്റെ മുകളിൽ. ഇപ്പൊ നമ്മൾ മോശം കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ അതിനേക്കാൾ മോശം കർമ്മമായിരിക്കും നമ്മുടെ മക്കൾ ചെയ്യാനിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ എല്ലായ്പ്പോഴും സത്തുക്കളായിരിക്കുക, സത്യധർമാദികൾ വെടിയാതെ ഇരിക്കുക, ശ്രേഷ്ഠമായ ചിന്തകളോടെ ഇരിക്കുക. നമ്മുടെ തലമുറകൾ അതിനു മേലെയായിരിക്കും അപ്പോൾ വിരാജിക്കുന്നത്. അപ്പോൾ ശ്രീ ശുക ബ്രഹ്മർഷി പറയുകയാണ്, ഞാൻ എന്റെ ഭഗവാനെ ഒന്ന് സ്തുതിച്ചോട്ടെ, ഒന്ന് നമസ്കരിച്ചോട്ടെ, ഞാൻ അങ്ങക്ക് ഈ ബ്രഹ്മതത്വമൊക്കെ പറഞ്ഞു തരാം, അതിനു മുമ്പ് ഞാൻ എന്റെ ഭഗവാനെ ഒന്ന് സ്മരിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഭഗവാനെ സ്തുതിക്കുകയാണ് ഈ ശുക ബ്രഹ്മർഷി. ഒരിക്കലും മറവോ മുറിവോ ഇല്ലാത്ത മഹിമയോടു കൂടിയവനും ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളാകുന്ന 3 ശക്തികളെ സ്വീകരിച്ചവനും എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായി വിളങ്ങുന്നവനും ആർക്കും ഒരു വിധത്തിലും അറിയാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയവനും പരമപുരുഷനുമായ ഭഗവാന് നമസ്കാരം. ആർക്കും ഒരു കാലത്തും ഒരു വിധത്തിലും അറിയാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയ ഭഗവാന് എല്ലാ കാലത്തേക്കും ഞാൻ അങ്ങയുടെ മുന്നിൽ നമസ്കരിക്കുന്നു. പരമപുരുഷനായ ഭഗവാനെ നമസ്കരിക്കുന്നു. സജ്ജനങ്ങളുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നവനും ദുർജനങ്ങളെ സംഹരിക്കാനായി പല രൂപങ്ങളും സ്വീകരിച്ച് അവതരിക്കുന്നവനും പരമഹംസന്മാരായ സന്യാസിമാർക്ക് അവരുടെ ലക്ഷ്യമായ പരമാത്മസ്വരൂപത്തെ പ്രകാശിപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്നവനുമായ ഭഗവാന് വീണ്ടും വീണ്ടും നമസ്കാരം. ഭക്തന്മാർക്ക് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവനും കപടയോഗികൾക്ക് അതിദൂരത്തിൽ വിളങ്ങുന്നവനും തുല്യതയോ ശ്രേഷ്ഠതയോ ഇല്ലാത്ത മഹിമ അതിശയത്താൽ തന്റെ വാസ്തവ സ്വരൂപമാകുന്ന ബ്രഹ്മത്തിൽ എല്ലായ്പ്പോഴും ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നവനുമായ ഭഗവാന് വീണ്ടും വീണ്ടും നമസ്കാരം. ശ്രീശുകൻ ഭഗവാനെ നമസ്കരിക്കുകയാണ്. അതായത് ഭക്തന്മാർക്ക് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവനും കപടയോഗികൾക്ക് ഞാനൊരു യോഗിയാണ് അല്ലെങ്കിൽ സന്യാസിയാണ് എന്നൊക്കെ വേഷഭൂഷാദികളോടെ നടക്കുന്ന കാപട്യം നിറഞ്ഞവർക്ക് അതിദൂരത്തിലാണ് നിൽക്കുന്നവനാണ് ഭഗവാൻ. ഭക്തന്മാർക്കോ അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുകയും ചെയ്യും. തുല്യതയോ ശ്രേഷ്ഠതയോ ഇല്ലാത്ത, അതായത് ശ്രേഷ്ഠതയോ ഇല്ലാത്ത എന്നുവെച്ചാൽ ഒരു ഭഗവാന്റെ ആ മഹിമ അതിശയത്തിൽ, ഭഗവാന്റെ മഹിമകളും ഭഗവാന്റെ ലീല അതിശയങ്ങൾക്കും ഒന്നിനോടും തുല്യപ്പെടുത്താൻ പറ്റില്ല. അത്രയ്ക്കും വാസ്തവ സ്വരൂപമാകുന്ന പരബ്രഹ്മത്തിൽ എല്ലായ്പ്പോഴും ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന് വീണ്ടും വീണ്ടും നമസ്കാരം.
ഭഗവാനെ കീർത്തിക്കൽ, ഭഗവാനെ സ്മരിക്കൽ, ഭഗവാനെ കാണുന്നത്, വന്ദിക്കുന്നത്, പൂജിക്കുന്നത്, ഈ സാധനങ്ങളൊക്കെ കൊണ്ട് ലോകരുടെ പാപം മുഴുവൻ അതിവേഗത്തിൽ നശിക്കാനിടയായിത്തീരുന്നു. എങ്ങനെ? ഭഗവാനെ കീർത്തിക്കുന്നത് കൊണ്ട്, ഭഗവാനെ സ്മരിക്കുക, ഓർക്കുന്നത് കൊണ്ട്, ഭഗവാനെ കാണുന്നത് കൊണ്ട്, അതുപോലെ തന്നെ വന്ദിക്കുന്നത് കൊണ്ട്, പൂജിക്കുന്നത് കൊണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് ലോകത്തിന്റെ പാപം, ഇതൊക്കെ ചെയ്യുന്നവരുടെ പാപം മുഴുവൻ വേഗത്തിൽ നശിക്കാനിടയാകുന്നു. അങ്ങനെയുള്ള മംഗളകരമായ കീർത്തിയോടുകൂടിയ ഭഗവാന് നമസ്കാരം. വിവേകികൾ ഭഗവത് പാതാരവിന്ദങ്ങളെ സേവിച്ച് ഭക്തി വളർത്തി ഇഹലോക സുഖത്തിലും പരലോക സുഖങ്ങളിലുമുള്ള ആഗ്രഹത്തെ ഉപേക്ഷിച്ച് മനസ്സിനെ ആത്മാവിലടക്കി അതിവേഗത്തിൽ സാക്ഷാത്കാരം സാധിച്ച് മുക്തരായിത്തീരുന്നു. വിവേകികൾ മുക്തരാകുന്നത് എങ്ങനെയാണെന്നാണ്? ഭഗവത് പാതാരവിന്ദങ്ങളെ സേവിച്ച് ഭക്തി വളർത്തി ഇഹലോകങ്ങളിലുള്ള എല്ലാ സുഖങ്ങളിലും പരലോകങ്ങളിലുള്ള ആഗ്രഹത്തെയും എല്ലാം ഉപേക്ഷിച്ച്, അപ്പൊ ഇഹലോക സുഖവും പരലോക സുഖവും നമ്മൾ ഉപേക്ഷിക്കണം. സ്വർഗം മുതലായ ഉന്നത ലോകങ്ങളിലെത്തി സുഖമായി വാണിട്ട് നമുക്ക് വീണ്ടും ഭൂമിയിൽ വരണ്ട. അങ്ങനെയുള്ള സുഖങ്ങളും നാം ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിച്ചാൽ ആ മനസ്സിനെ ആത്മാവിലടക്കി അതിവേഗത്തിൽ ബ്രഹ്മസാക്ഷാത്കാരം സാധിച്ച് മുക്തരായി നമുക്ക് മാറാം. ഏതൊരു ഭഗവാന്റെ പാദസേവാ പ്രഭാവത്തിലാണോ ആ മുക്തിമാർഗം സാധിക്കുന്നത്, മംഗളകരമായ കീർത്തിയോടുകൂടിയ ആ ഭഗവാന് അനേകമനേകം നമസ്കാരം. തപസ്സികൾ തപസ്സിനെയും ദാനശീലന്മാർ ദാനത്തെയും കീർത്തിമാന്മാർ കീർത്തിയെയും യോഗികൾ യോഗത്തെയും മന്ത്രമറിയുന്നവർ മന്ത്രജ്ഞാനത്തെയും സദാചാരനിഷ്ഠന്മാർ സദാചാരത്തെയും ഭഗവാന് സമർപ്പിച്ചില്ലെങ്കിൽ അവർക്ക് അഹങ്കാരം വർദ്ധിച്ച് ലക്ഷ്യപ്രാപ്തി തടസ്സപ്പെടുന്നു. അപ്പോൾ ദാനശീലനാണ് ഞാൻ എന്ന ഭാവത്തിൽ ഞാൻ ദാനം ചെയ്യുന്നു. ആ ദാനത്തെ ആർക്ക് സമർപ്പിക്കണം? ഭഗവാന് സമർപ്പിക്കണം. ഞാൻ ചെയ്യുന്നു എന്ന ബോധം ഉണ്ടാകാൻ പാടില്ല. വളരെ മന്ത്രങ്ങൾ അറിയാവുന്ന വേദപണ്ഡിതന്മാർ, ജ്ഞാനികൾ, അവർ ഞാനാണ് ഈ യജ്ഞകർത്താവ്, ഞാനാണ് എല്ലാ മന്ത്രങ്ങളുടെയും ഏറ്റവും അറിയാവുന്ന ജ്ഞാനി എന്ന ആ ജ്ഞാനത്തെ എന്ത് ചെയ്യണം? ഭഗവാനിൽ സമർപ്പിക്കണം. സദാചാരനിഷ്ഠന്മാർ സദാചാരത്തെ ഭഗവാന് സമർപ്പിക്കണം. ഞാൻ സദാചാരനിഷ്ഠനാണ്, ഞാനാണ് വളരെ സദാചാരമുള്ളവൻ എന്ന് ബോധമുണ്ടാകാതെ എനിക്ക് സദാചാരനിഷ്ഠയോട് ജീവിക്കാൻ അനുവദിക്കുന്നത് എന്റെ ഭഗവാനാണ്. ആ സദാചാരനിഷ്ഠ എന്നിൽ നിലനിർത്തുന്നത് ഭഗവാന്റെ അനുഗ്രഹമാണ്, ഭഗവാന്റെ ഗുണമാണ്. അതുകൊണ്ട് ആ സദാചാരനിഷ്ഠ ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും അതാത് കഴിവുകൾ അല്ലെങ്കിൽ യോഗങ്ങൾ ഉള്ളവർ, ഇപ്പൊ യോഗികൾ അവരുടെ യോഗവിദ്യയെ ഭഗവാന് സമർപ്പിക്കണം. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അതിൽ വളരെ കൂടുതൽ അഹംബോധമുള്ളവരായി പോകും. അങ്ങനെ നമുക്ക് അഹങ്കാരം വർദ്ധിച്ച് നമുക്ക് ലക്ഷ്യമായ മോക്ഷം നമുക്ക് ലഭിക്കാൻ കഴിയാതെ ആയി പോകുന്നു, അതിന് തടസ്സമുണ്ടാകുന്നു. ഇങ്ങനെ മംഗളകരമായ കീർത്തിയോടുകൂടിയ ഭഗവാന് സഹസ്രകോടി നമസ്കാരം. കാട്ടാളന്മാർ, ഹൂണന്മാർ, ആന്ധ്രന്മാർ, പുളിന്തന്മാർ, പുൽക്കലസമന്മാർ, ആഭീരന്മാർ, കങ്കന്മാർ, യവനന്മാർ, ഖസന്മാർ ഇവരെല്ലാം അധർമ്മികളാണ്. പല കാലത്തും ഭാരതത്തിലേക്ക് വന്ന് അധർമ്മം നിലനിർത്തിയ ചില ആൾക്കാരുടെ വംശങ്ങളുടെ പേരാണ് ഇവരെല്ലാം. ഹൂണന്മാർ, കാട്ടാളന്മാർ, പുൽക്കരൻ സമന്മാർ, ആഭീരന്മാർ, കങ്കന്മാർ, ഇങ്ങനെയുള്ളവർ, ആന്ധ്രന്മാർ, ഇവരെയൊക്കെ നമ്മുടെ ഭാരതഖണ്ഡത്തിൽ വന്നിട്ടുള്ളവരാണ്. ഇവരൊക്കെ അധർമ്മികളാണ്. അധർമ്മം കൊണ്ടാണ് മറ്റു രാജ്യങ്ങളെല്ലാം ആക്രമിച്ച് അവനവന്റെ സ്ഥലത്തു നിന്ന് ജനങ്ങളെയും രാജ്യത്തെയൊക്കെ കൊള്ളയടിച്ച് ഇല്ലായ്മ ചെയ്ത് സമാധാനപ്രിയരായ ജനങ്ങൾക്ക് നാശം വിതയ്ക്കുന്ന അധർമ്മികളാണിവർ. അവരെ കൂടാതെ
പറയാൻ വിട്ടുപോയ മറ്റു പാപികൾ ഇനിയുമുണ്ട്. ഇവരെക്കാളും കൂടുതൽ ആൾക്കാർ ഇനിയുമുണ്ട്, പാപകർമ്മങ്ങൾ ചെയ്യുന്നവർ. ഒരു വിധത്തിലും ഈശ്വരപ്രാപ്തിക്ക് അർഹരല്ലാത്തവരാണ് ഇവരെല്ലാം. എങ്കിലും അവർ പോലും ഭഗവാനെ സർവാത്മന ആശ്രയിച്ച ഒരു മഹാത്മാവിനെ ആശ്രയിച്ചാൽ അവരുടെ പാപം നശിച്ച് അതിവേഗത്തിൽ അവർ ശുദ്ധരായി തീരുന്നു. ഭഗവാനെ സർവാത്മന ആശ്രയിച്ച ഒരു ഭക്തന് തന്നെ പരമപാപികളെ പോലും പവിത്രീകരിക്കാൻ കഴിയും എങ്കിൽ, അതായത് ഭഗവാനെ സർവാത്മന ആശ്രയിച്ച ഒരു ഭക്തന് തന്നെ പരമപാപികളായിട്ടുള്ള എന്നുവെച്ചാൽ മാക്സിമം പാപം ചെയ്തവരേക്ക് പോലും ആ പാപികളെ പോലും പവിത്രീകരിക്കാൻ കഴിയും ഭഗവാനെ സർവാത്മന മനസ്സുകൊണ്ട് സ്വീകരിച്ച ഒരു ഭക്തന്. അങ്ങനെ കഴിയുമെങ്കിൽ ഭഗവാന്റെ കഴിവ് എത്ര വലുതായിരിക്കും എന്ന് ശ്രീശുകൻ ഇവിടെ വിവരിക്കുകയാണ്. അപ്പോൾ ഒരു ഭഗവാന്റെ നിർമ്മല ഭക്തന് ഏറ്റവും ചെയ്യാൻ കഴിയാവുന്ന പാപങ്ങൾ ചെയ്തവർക്ക് പോലും പരമമായ ഒരു നിർമ്മല സ്ഥാനം അല്ലെങ്കിൽ ഒരു മോക്ഷം കൊടുക്കാൻ ഒരു ഭക്തന് കഴിയും, ഹൃദയശുദ്ധി കൊടുക്കുവാൻ കഴിയും. എങ്കിൽ ഭഗവാന്റെ ആ ഒരു ശക്തിവിശേഷം എന്തായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള സർവശക്തനും മഹാപ്രഭുവുമായ എന്റെ ഭഗവാന് വീണ്ടും വീണ്ടും നമസ്കാരം. വീണ്ടും നമ്മുടെ ശുഖബ്രഹ്മർഷി ഭഗവാനെ നമസ്കരിക്കുകയാണ്. ഭഗവത് തത്വങ്ങൾ പറയുന്നതിന് മുമ്പായി ഭഗവാനെ നമിക്കുന്നു. ഭഗവാൻ ആത്മജ്ഞാനികൾക്ക് ഈശ്വരനാണ്. വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേദസ്വരൂപനാണ്. അതായത് വേദത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളാണ് വൈദിക കർമ്മങ്ങൾ. അത് ചെയ്യുന്നവർക്ക് വേദസ്വരൂപനാണ് ഭഗവാൻ. ആത്മജ്ഞാനികൾക്ക് ഈശ്വരനാണ്. ഈശ്വരനെ അന്വേഷിക്കുന്നവരാണല്ലോ ആത്മജ്ഞാനികൾ. ധർമ്മം ആചരിക്കുന്നവർക്ക് ധർമ്മസ്വരൂപനാണ് ഭഗവാൻ. തപസ്വികൾക്ക് തപോമയനാണ് ഭഗവാൻ. മായാധർമ്മങ്ങൾ ബാധിക്കാത്തവരായ ബ്രഹ്മാവ്, ശിവൻ എന്നീ ദേവന്മാർ പോലും വിസ്മയത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയവനാണ് അല്ലയോ ഭഗവാനെ അവിടുന്ന്. അപ്പോൾ മായ ബാധിക്കാത്ത, അതായത് ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം അറിയാവുന്ന, ഭഗവാനെ അനുഭവിക്കാൻ കഴിയാവുന്നവരാണ് ബ്രഹ്മാവും വിഷ്ണുവും, ബ്രഹ്മദേവനും ശിവഭഗവാനുമൊക്കെ. അവർക്ക് പോലും വിസ്മയമാണ് ഭഗവാന്റെ ലീലകളും അവിസ്മരണീയമായിട്ടുള്ള ആ ശക്തിയും ഒക്കെ കാണുമ്പോൾ. ആ ഭഗവാന്റെ മഹിമ അതിരേകത്തോടു കൂടിയ ആ ഭഗവാന്റെ ശക്തിവിശേഷങ്ങൾ കാണുമ്പോൾ മറ്റ് ശക്തികളായ ബ്രഹ്മദേവനും ശിവൻ പോലും വിസ്മയമാണ് തോന്നുന്നത്. അങ്ങനെ ലക്ഷ്മീപതിയായ ഭഗവാൻ പ്രജകളുടെ പതിയും ലോകത്തിന്റെ മുഴുവൻ പതിയും ഭൂമിയുടെ പതിയും യാദവന്മാരുടെ പതിയും ഗതിയുമാണ് ഭഗവാൻ. അങ്ങനെ എല്ലാവരുടെയും രക്ഷിതാവും സജ്ജനങ്ങളുടെ പതിയുമായ ഭഗവാന് എന്നോട് സന്തോഷമുണ്ടാകണേ എന്ന് ശ്രീ ശുകൻ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. ഭഗവത് പാദാരവിന്ദങ്ങളെ ഭക്തിയോടെ ധ്യാനിക്കുന്നവന്റെ ബുദ്ധി രജോ തമോ ഗുണവാസനകൾ നീങ്ങി ശുദ്ധമായി തീരുന്നു. ഭഗവത് പാദാരവിന്ദങ്ങളെ ഭക്തിയോടെ ധ്യാനിക്കുന്നവന്റെ ബുദ്ധി രജോ ഗുണത്തെയും തമോ ഗുണത്തെയും അതിക്രമിച്ച് ശുദ്ധമായി സാത്വിക ഗുണത്തിൽ തന്നെ നിലനിൽക്കുന്നു. അങ്ങനെ സത്വഗുണ പ്രധാനമായി തീർന്ന ബുദ്ധി കൊണ്ട് തന്റെ പരമാർത്ഥ തത്വം, അതായത് ആ വ്യക്തിയുടെ പരമാർത്ഥ തത്വം എന്ന് വെച്ചാൽ താൻ ആത്മാവാണെന്ന സത്യം വിദ്വാൻമാർ അറിയുന്നു. എല്ലാവരും ആത്മതത്വത്തെ അറിയുന്നത് ഒരുപോലെയാണെങ്കിലും ഓരോരുത്തരും ഓരോ വിധത്തിലാണ് അതിനെ ലോകത്തിന് ഉപദേശിക്കുന്നത്. അങ്ങനെയുള്ള മോക്ഷദാതാവായ ഭഗവാൻ എന്നോട് സന്തോഷിക്കുമാറാകണമേ. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാനാണ് ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചത്. അത് ഓരോ തവണയും വീണ്ടും കഴിഞ്ഞ ദിവസം ഞാൻ നൈമിത്തിക പ്രളയത്തെയും കൽപ്പാന്തത്തെയും ഒക്കെ വിശദീകരിച്ചിരുന്നു കഴിഞ്ഞ ഒരു ഭാഗത്ത്.
അപ്പോൾ ആ പ്രളയത്തിനൊക്കെ ശേഷം വീണ്ടും സൃഷ്ടിയുടെ പുനരാരംഭത്തിൽ ഭഗവാനാണ് ബ്രഹ്മദേവന്റെ ഹൃദയത്തിലേക്ക് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നത്. ആ ജ്ഞാനമാണ് ബ്രഹ്മാവിന്റെ 4 മുഖങ്ങളിൽ കൂടി ഋഗ്, യജുസ്, സാമം, അഥർവം, അതായത് 4 വേദങ്ങളായി പുറത്തേക്കൊഴുകാൻ ഇടയായി തീരുന്നത്. ആ വേദമന്ത്രങ്ങളെ തപസ്സുകൊണ്ട് സാക്ഷാത്കരിച്ചവരാണ് ഋഷീശ്വരന്മാർ. ആ ഋഷിമാരെക്കാൾ ശ്രേഷ്ഠൻ വേദങ്ങളെ പുറത്തേക്ക് പ്രവഹിപ്പിച്ച ബ്രഹ്മാവ് തന്നെയല്ലേ. അപ്പോ ആ ബ്രഹ്മാവിൽ നിന്നാണ് ഈ ജ്ഞാനം, വേദമാകുന്ന ജ്ഞാനം 4 മുഖങ്ങളിലൂടെ ആ 4 വേദങ്ങളായി പുറത്തേക്ക് വന്നത്. അപ്പോൾ അത് അനുഭവിച്ച ഋഷീശ്വരന്മാരെക്കാളും ശ്രേഷ്ഠൻ ബ്രഹ്മാവല്ലേ. അങ്ങനെയുള്ള സർവശ്രേഷ്ഠനായ ആ ബ്രഹ്മദേവന് എന്റെ ഹൃദയത്തിൽ ആ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്ത, ആ ജ്ഞാനം പ്രകാശിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠനായ ഭഗവാനല്ലേ നമുക്ക് ഏറ്റവും പരമകാരുണികനായ, ഏറ്റവും ആദിയിലുള്ള ആ ഉത്കൃഷ്ടനായ ശ്രേഷ്ഠനായിട്ടുള്ള ആ ചൈതന്യം. അപ്പോൾ ഋഷീശ്വരന്മാർക്ക് ജ്ഞാനം, ആ വേദങ്ങൾ ഉപദേശിച്ചു കൊടുത്തത് ബ്രഹ്മദേവനാണെങ്കിൽ ബ്രഹ്മദേവന്റെ ഹൃദയത്തിലേക്ക് ജ്ഞാനം ഉപദേശിച്ചത് ആ ആദി നാരായണനാണ്. അപ്പോൾ ആരെയാണ് ശരിക്കും നമ്മൾ ഭഗവാനായി അല്ലെങ്കിൽ ഈശ്വരനായി അല്ലെ ബ്രഹ്മമായി ധ്യാനിക്കേണ്ടത്? സാക്ഷാൽ ഭഗവാനെ. ആ ഭഗവാനേ ഉള്ളൂ. അതിൽ നിന്നുണ്ടായതാണ് നാം കാണുന്ന എല്ലാ ദേവീ ദേവതാ സങ്കല്പങ്ങളും. ഇവിടെ ആദ്യ സനാതനമായ ഒരൊറ്റ ശക്തിയേ ഉള്ളൂ എന്നാണ് നമ്മൾ ഈ ശുഗ ബ്രഹ്മർഷിയുടെ സ്തുതിയിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള സർവശ്രേഷ്ഠനായ ഭഗവാൻ എന്നോട് സന്തോഷിക്കണേ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് എല്ലാ ശരീരങ്ങളെയും സൃഷ്ടിച്ച് അവയിൽ ജീവസ്വരൂപേണ വിളങ്ങുന്ന ആ ഭഗവാൻ 16 സ്വരൂപത്തിലാണ് 16 വിഷയങ്ങളെ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് അനുഭവിക്കുന്നത്. നമ്മുടെ കാതായി ഭഗവാൻ കേൾക്കുന്നു, നമ്മുടെ ത്വക്കായി തീർന്ന് സ്പർശനം ഭഗവാൻ അനുഭവിക്കുന്നു, കണ്ണായി ഭഗവാൻ നമ്മളിൽ ഇരുന്നു കൊണ്ടെല്ലാം കാണുന്നു, നമ്മുടെ നാവായി നമ്മുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് രുചിക്കുന്നു, മൂക്കായി തീർന്ന് ഭഗവാൻ നമ്മുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മണത്തറിയുന്നു, കൈയായി തീർന്ന് എടുക്കുന്നു, കാലായി തീർന്ന് നടക്കുന്നു, വാക്കായി തീർന്ന് സംസാരിക്കുന്നു, ഉപസ്ഥമായി തീർന്ന് ഭഗവാൻ ആനന്ദിക്കുന്നു നമ്മുടെ ശരീരത്തിലിരുന്ന്, പായുവായി തീർന്ന് വിസർജനം നടത്തുന്നു, കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ പ്രാണനായി തീർത്ത് അകത്തേക്ക് സ്വീകരിക്കുന്നു. ആ പ്രാണൻ 5 വിധമാണെന്ന് മുൻപൊരു വീഡിയോയിൽ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു. ആ ശരീരത്തിൽ ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളെ അപാനനായി പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു. വ്യാനനായി തീർന്ന് എല്ലാ നാഡീഞരമ്പുകളിലും വ്യാപിച്ചിരിക്കുന്നു. സമാനനായി തീർന്ന് ആഹാര പദാർത്ഥങ്ങളുടെ രസത്തെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും എത്തിക്കുന്നു. ഉദാനനായി മാറി മേൽപോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സായി തീർന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ 16 സ്വരൂപത്തിൽ 16 വിഷയങ്ങളെ അനുഭവിക്കുന്നവനായ ഭഗവാൻ എന്റെ വാക്കുകളെ അവിടുത്തെ സാന്നിധ്യം കൊണ്ടും മഹിമകൾ കൊണ്ടും അലങ്കരിക്കുമാറാകണമേ. അപ്പോൾ അങ്ങനെ ഉള്ള ഭഗവാൻ എന്റെ വാക്കുകളെ, അതായത് ഞാൻ ഈ പരീക്ഷിത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഈ വാക്കുകളെ അവിടുത്തെ സാന്നിധ്യം, ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മഹിമകൾ കൊണ്ടും മഹിമകൾ കൊണ്ടും എന്റെ വാക്കുകളെ അലങ്കരിക്കണമേ. ഭഗവാൻ എന്റെ വാക്കിലൂടെ പുറത്തു വരയണമേ. ഭഗവാന്റെ വചനങ്ങളാകണമേ എന്റെ നാവിൽ ശബ്ദമായി വിളങ്ങേണ്ടത് എന്ന് ശ്രീശുകൻ ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാറ്റിന്റെയും സൃഷ്ടികർത്താവായ ഭഗവാൻ വാസുദേവനാണല്ലോ. ഭഗവത് ജ്ഞാനത്തെ, അതായത് ആ ഭാഗവതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഭഗവത് ജ്ഞാനത്തെ ആദ്യത്തിൽ ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്തത് ആ സൃഷ്ടികർത്താവായ ഭഗവാൻ വാസുദേവൻ തന്നെയാണ്. ആ ഭഗവാൻ അനന്തകോടി നമസ്കാരം. പരീക്ഷിത്തെ,
ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭഗവാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യം തന്നെ പണ്ട് നാരദ മഹർഷി ബ്രഹ്മദേവനോട് ചോദിക്കുകയുണ്ടായി. ഇതേ ചോദ്യം നാരദ മഹർഷി ബ്രഹ്മദേവന്റെ മാനസപുത്രനാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആ മാനസപുത്രനായ തന്റെ മകനായ നാരദ മഹർഷി ബ്രഹ്മദേവനോട് ചോദിക്കുന്നു. എന്താണ് ചോദിച്ചത്? ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭഗവാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നാരദർക്ക് സംശയം തോന്നി നാരദർ ബ്രഹ്മദേവനോട് ചോദിക്കുന്നു. അതേ ചോദ്യം തന്നെയാണ് അങ്ങ് എന്നോടും ചോദിച്ചത്. ബ്രഹ്മദേവൻ ശ്രീ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തത് അതേപോലെ തന്നെ ഞാൻ അങ്ങയ്ക്കും പറഞ്ഞു തരാം എന്ന് ശ്രീശുകൻ ഇത്രയും ഭഗവാനെ നമസ്കരിച്ചതിന് ശേഷം, ഭഗവാനെ സ്തുതിച്ചതിന് ശേഷം, ഭഗവാനെ സാഷ്ടാംഗം പ്രണമിച്ചതിന് ശേഷം ആ ലോകത്തിന്റെ, അതായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും ബ്രഹ്മത്തെക്കുറിച്ചുമൊക്കെ ഭഗവാൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്തത് ബ്രഹ്മദേവൻ തന്റെ മകനായ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തത് ഞാൻ അങ്ങയ്ക്ക് ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ശുക ബ്രഹ്മർഷി നിർത്തുന്നില്ല, വീണ്ടും തുടരുന്നു. നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ഭാഗവതം എല്ലാവരും കേൾക്കണം. എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും, അവർക്ക് പറ്റുന്ന മറ്റുള്ളവർക്കും എല്ലാവരിലും ഇത് എത്തിക്കണം. ഭാഗവതം നമ്മൾ ഭക്തിയോടെ ഭഗവാനെ കേൾക്കുവാനുള്ള അതിന്റെ ഒരു ആദ്യപടിയാണ്. ഭക്തി ഉണ്ടാകുവാനുള്ള തുടക്കമാണ് ഭാഗവതം. ഇത് കേൾക്കുന്നത്, ഇത് പലപ്പോഴും ഭാഗവതം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒക്കെ നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ല, അങ്ങനെയൊക്കെ തോന്നിയവർക്ക് ഇത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ വളരെ രുചികരമായി, രസകരമായി അത് മാറി എന്നറിയുന്നു. ഒരേ അഭിപ്രായവും ഞാൻ വായിക്കുന്നുണ്ട്. വളരെ വിശദമായ അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത് ഞാൻ വായിച്ചു. വളരെ സന്തോഷം, മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നു. ഇങ്ങനെയുള്ള വിശദമായ മറുപടികൾ കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോകൾ, ധാരാളം ആശയങ്ങൾ ഭക്തരോട് പങ്കുവയ്ക്കാനൊരു ആഗ്രഹം ഉണ്ടാവും. അതിനുള്ള ആഗ്രഹം വരുമ്പോൾ സമയം എങ്ങനെയും നാം കണ്ടെത്തും. നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി തന്നെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ എന്നോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. കൂടുതൽ ഭക്തിയിലേക്ക് ലയിക്കുവാനുള്ള മാർഗങ്ങൾ ആരായുക. കൂടുതൽ നമ്മൾ തമ്മിൽ, അതായത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഭഗവാന്റെ പ്രിയപ്പെട്ട സന്താനങ്ങൾ, ഭഗവാന്റെ കാര്യങ്ങൾ പറയുവാൻ എന്നെ നിയോഗിച്ചേക്കുന്ന ഒരു വളരെ എളിയവളായ എന്നോട് എനിക്കറിയാവുന്ന, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ തന്ന ജ്ഞാനത്തെ പുറത്തേക്ക് വരുത്തണമെങ്കിൽ എന്നോട് ഇതുപോലെയുള്ള ധാരാളം ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോഴല്ലേ എൻ്റെ ഉള്ളിൽ ഭഗവാൻ തന്നിരിക്കുന്ന അറിവ് നമ്മളെല്ലാവർക്കും കൂടി പങ്കുവയ്ക്കാൻ കഴിയൂ. വളരെ സന്തോഷം. എല്ലാവരും ഭഗവാനിലെത്തട്ടെ. എല്ലാവർക്കും ഭഗവാനെ അറിയുവാനും അനുഭവിക്കുവാനും ആ ഭഗവാനിലൂടെ ജീവിത ദുഃഖങ്ങൾ മാറുവാനും ഓരോ പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭഗവാൻ അവരെ കൈത്താങ്ങായി മുന്നോട്ട് പിടിച്ചു കൊണ്ടുപോകുവാനും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ ആത്മാർത്ഥമായി ഹൃദയംഗമമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.